പിന്നെ അവിടെ ഒരു അമ്മയെ പരിചയപ്പെട്ടു. അമ്മയുടെ പേര് ആനന്ദമാണ്. ആനന്ദം ആനന്ദം. അപ്പൊ അമ്മ ഇങ്ങനെ കാണില്ലേ, ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ, കട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു തുടങ്ങിട്ടോ. അപ്പൊ കഴിക്കാനാ എല്ലാവർക്കും ഓരോ ബീഫ് ബിരിയാണി ഇതാ വന്ന്. അല്ല ശരി തന്നെ, ആദ്യം നല്ല വിരവണം ഒന്ന് അല്ലേ. അത് നടുക്കായിട്ടൊരു ബീഫിന്റെ പീസ് കൊണ്ട് എന്നിട്ട് ഇങ്ങനെ വച്ചിട്ട് ഫുഡൊക്കെ ഉണ്ട്. അടിപൊളി കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാൻ. പാനക്കുള്ള വാട്ടർ ഫാൾസിൽ പോകാനുള്ള വഴി ഇതാണ്. തക്കാരിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, സേഫാണ്. വെള്ളത്തിനടിയിൽ അപകടകരമായ പാറക്കെട്ടുകൾ ഉള്ളതിനാൽ ഇവിടെ ഡൈവ് ചെയ്യരുത്. ചുരുളി തന്നെ ലൊക്കേഷൻ. വാ സൂപ്പർ. അഞ്ച് പിടക്കാൻ സൗണ്ട് കേൾക്കാം. അഡ്വഞ്ചറസ് ആണ്. അകത്ത് കരയാണ് കേട്ടോ. കരണ്ടായിരുന്നല്ലോ അതല്ലേ. അപ്പോൾ പൂജ ഹോളിഡേസ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും മിഥുനുമായിട്ട് ചുമ്മാ ഇവിടെ പോകാൻ അമ്പൂരി പോകാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ 10 മണിക്കാണ് ഇറങ്ങാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ 12:30 മണിയായി. അതങ്ങനെയാണ്, നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്താലും 2 മണിക്കൂർ എക്സ്ട്രാ കഴിഞ്ഞ് നമ്മൾ പോകുള്ളൂ. അതിനെ ശീലിച്ച് പോയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പോകാം. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള അവധികളൊക്കെ നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. ഓരോ ദിവസമായിട്ട്. നാളെ അവധിയാണ് പോയിരിക്കും. ദിവസം പോയാലോ എവിടെയെങ്കിലൊക്കെ ചുമ്മാ വീട്ടിൽ എന്ത് ചെയ്യാൻ പോകണം അല്ലേ. പൈസയാണ് പ്രശ്നമല്ലേ. ഇന്ന് 30/9/2025 മണി വന്നിട്ട് 12:30 മണിയായി. അപ്പോൾ ഞാനും ഇതിനായിട്ട് ഒരു ബൈക്ക് റൈഡ് പോകാൻ പോയാണ്. മുതിൻ്റെ ബൈക്ക് ബുള്ളറ്റ്, എൻ്റെ ബൈക്ക് FCV3. പിന്നെ പോകുന്ന വഴിക്ക് ഒരാളുണ്ട്, എബി. ഈ പേര് മാറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ നോക്കിയാലും. പിന്നെ ഒരു കാര്യം, നമ്മൾ മൈക്ക് അഡാപ്റ്റർ വന്നിട്ട് പിന്നെയും കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട്. മൈക്ക് അഡാപ്റ്റർ കംപ്ലൈൻറ്റ് അല്ല, ഇത് സത്യം പറഞ്ഞ ക്യാമറ ഇഷ്യൂ ആണ്. ക്യാമറയ്ക്കകത്ത് ക്ലാവ് പിടിച്ച് കാണുന്ന പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ ക്ലാവ് മാറ്റാൻ വേണ്ടിയിട്ട് WD-40 സ്പ്രേ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വർക്കിംഗ് ആണെന്ന് തോന്നണം. ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇനി പോകുന്ന വഴിക്ക് ഒരു കുഴപ്പമില്ലായിരുന്ന എല്ലാം ഓക്കെ, വേറെ വിഷയമില്ല. സൂപ്പർ. ഓക്കെ, നിങ്ങൾ വാ കാണിക്കാം നിങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ പറ, ഞാൻ പറയണം. ഡയലോഗ് പറ. സൗണ്ട് പറഞ്ഞു ഇന്നലെ സൂപ്പർ ആണല്ലോ. അല്ലേ. അപ്പോൾ ഞാൻ പറയാം, എന്നെ കുറിച്ച് ആയിരുന്നു കുറച്ചായിട്ട് പറയാം. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LAPG കട്ടൊക്കെ നിൽക്കണം. ഇവിടെ ഒരാളുണ്ട്, കാണപ്പെട്ട ആളാ ഉണ്ട്. വാ അപ്പം പറ. ഇച്ചു ബൈ ബൈ, സീ യു. വൈഷു ടാറ്റ, പോയിട്ട് ബൈ ബൈ. ഓക്കെ, അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. ബൈസൺ സ്റ്റാർട്ട് ആക്കിയോ? അത്രേ ഉള്ളൂ. ഒന്ന് എയർ ചെക്ക് ആളുണ്ടോ? എയർ ചെക്ക് ചെയ്യണം. ഒരു വഴിക്ക് പോവല്ലേ, ചെക്ക് ചെയ്തേക്കാം. അതെങ്കിലും ചെക്ക് ചെയ്യാം അല്ലേ. സർവീസ് ചെയ്തോ വണ്ടി? കഴിവ് എടുക്കൂലേ? സൂപ്പറായി. വേറെ ഉണ്ടോ? കുഴപ്പമില്ലല്ലേ, വലിയ കുറവില്ല. അപ്പോൾ ടയർ മാറാൻ സമയം. അതേ ടയർ ഞങ്ങറ്റമായി. ഓക്കെ, അപ്പോൾ അടുത്ത മിഥുൻ പുറകെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എബിയുടെ വീട്ടിൽ പോകുന്ന വഴി സംഭവം മറന്നുപോയി. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ്, അടുത്ത അങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റ് ആണ് പറഞ്ഞുകൂടാ. എന്തായാലും ഈ ലെഫ്റ്റ് കയറി നോക്കാം. നോക്കിയിട്ട് നമുക്ക് വഴിയിലേക്ക് തിരിച്ചു തരാം. അന്ന് വന്നപ്പോൾ സംഭവം ആ സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പം മറന്നുപോയി. വിളിച്ചിട്ട് ഫോൺ എടുക്കില്ലല്ലോ. വിളിക്കും. എബി മാപ്പ് അയച്ചിട്ടുണ്ടോ? ശരി, ഓക്കെ നോട്ടെ. ഓക്കെ, ഞാൻ നോക്കി വരാം. മാപ്പ് ലൊക്കേഷൻ എബി അയച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ എബി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എബി വന്നിട്ട് അമ്പൂരി മാനാണ്. അമ്പൂരിയിലാണ് ഏത് നേരം നോക്കിയാലും വ്ളോഗ് ചെയ്തത്. ഇതെന്തോ ട്രൈപ്പോഡൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വേറെ ലെവല് അല്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്യൂ ഒക്കെ അടിപൊളിയായിരിക്കും അല്ലേ കാണിക്കാൻ. നിങ്ങളുടെ വോയിസ് ഹെവി ആവണെന്താ? ഓൾറെഡി ഹെവി ആയിട്ട് സംസാരിക്കണം എന്നല്ലേ സൗണ്ട് അങ്ങനെ പോലെ. ഞാൻ മറ്റേ പതുക്കണം സംസാരിക്കണം. അതെ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പം കട്ടക്ക് നിൽക്കണം. ഓക്കെ, പ്ലാൻ എങ്ങനെയാണ്? ഇപ്പോൾ അമ്പൂരി എവിടെ പോകണം നമ്മൾ? കൊടയാറ് പോയാലോ? കോതയാറാ? അയ്യോ, കോതയാറെന്ന് വെച്ചാൽ ഇന്നലെ വണ്ടി എൻ്റെ ശരിയാവില്ല. അത് പുറകെ ഓക്കെയാണ്, എൻ്റെ വണ്ടി ശരിയാവില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. നോക്കാം. തീരെ അടുത്ത് വേണ്ടല്ലോ. ഒരു സ്ഥലമുണ്ട്, ഒരു വെള്ളച്ചാട്ടം. അത് വേണ്ട അല്ലേ? ഓക്കെ, അപ്പോൾ പോകാം. സത്യം പറഞ്ഞാൽ എവിടെ പോകണമെന്ന് ഒരു കറക്റ്റായിട്ട് ഐഡിയ ഒന്നുമില്ല. എന്തായാലും അങ്ങനെ പോകാം. അല്ലെ നേരെ അവിടെ പോയിട്ട് തീരുമാനിക്കും ഇങ്ങോട്ട് പോകണം. എന്തായാലും നമുക്ക് ഇന്ന് വീട്ടിലിരിക്കാൻ പാടില്ല, എവിടെയെങ്കിലും കറങ്ങാൻ പോകണം. അത്ര തന്നെ, അതായത് മെയിൻ കോൺസെപ്റ്റ് അല്ലേ. കറങ്ങാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കെട്ടിക്കോളും, അതങ്ങ് വ്ളോഗായിട്ട് ഇടുക. ഇതാണ് നിങ്ങൾ നല്ല കമ്പനി അടിച്ച് നല്ല മച്ചായിട്ട് ആവണം കേട്ടല്ലോ. അറിയില്ല പവർ കൂടിയ വണ്ടിയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഹൈവേ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മണിപ്പൂർക്കാലത്ത് ഒന്നേ കാലമായിട്ടുണ്ട്. ഇനി വേറെ വിഷയങ്ങളൊന്നുമില്ല. എന്തായാലും ഇന്ന് വെയിൽ അധികം ഇല്ല, അതുകൊണ്ട് കൊള്ളാട്ടാ. വണ്ടിയുടെ സുഖമുണ്ട്. കഴിഞ്ഞ മാസം ഒരാൾ സൂപ്പർ താങ്ക്സ് അയച്ചായിരുന്നു. 10,000 രൂപയാണ് അയച്ചത്. വലിയ എമൗണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വലിയ എമൗണ്ട് വരും. പക്ഷേ ഇതിൽ പാതി എമൗണ്ട് യൂട്യൂബ് പിടിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ ഒറ്റമായിരിക്കും. പക്ഷേ അതുപോലെ നമുക്ക് കുറേ ട്രിപ്പ് പോകുന്ന പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ ഫണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സൂപ്പർ താങ്ക്സ് അയക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് അയക്കുക. വാവ് സൂപ്പർ കേട്ടാ. റോഡ്, ഇപ്പുറത്ത് കോവില്, അവിടെ മല,
ഇതൊക്കെ എന്തൊരു വൈബ് അല്ലേ. എൻ്റെ അപ്പോ ഇതിപ്പോൾ എങ്ങോട്ടാണ് പോണത് പിടിയില്ല. പൊയ്ക്കൊണ്ടിരിക്കണ്. അമ്പൂരി പോകേണ്ട റൂട്ട് കഴിഞ്ഞല്ലോ. നമ്മൾ വരുന്ന വഴിക്ക് ലെഫ്റ്റാണ് അമ്പൂരി പോകേണ്ടത്. അതും കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരി, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇവരെ ഫോളോ അപ്പ് ചെയ്ത് പോകാം. അത്ര തന്നെ. റോഡൊക്കെ ഒരു രക്ഷയില്ല, സൂപ്പറായി, നല്ല സ്മൂത്ത് ആയിരിക്കും വണ്ടി ഓടിക്കാൻ. വണ്ടി പഠിക്കാൻ പറ്റിയ റോഡ് കേട്ടോ അങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ. ഈ വഴിയായിരുന്നു. ഇപ്പൊ മനസ്സിലായി, നമ്മൾ വന്ന വഴി വേറെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് പോകാം അല്ലേ. സെക്കൻഡ് മണി ഇത്ര 2 മണിയായി, 2:30 മണിയായി. ഇനി പറ്റൂല, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. RV ഹോട്ടൽ അമ്പൂരി ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി എന്തുകൊണ്ടല്ലോ. അപ്പോൾ കഴിക്കാന്നാ. അപ്പോൾ നമ്മൾ എന്ത് ഓർഡർ ചെയ്ത്? ബീഫ് ബിരിയാണി അല്ലേ. എല്ലാവർക്കും ഓരോ ബീഫ് ബിരിയാണി ഇതാ വന്ന്. നല്ല ശരി തന്നെ. നിങ്ങൾ എവിടെയോടെ? ഹോട്ടൽ അടുത്തേനെ. ഫുഡ് എങ്ങനെയുണ്ട്? മീൽസ് അല്ലേ? മീൽസ് അടിപൊളി വേണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട്. നമുക്കിവിടെ പുതിയല്ലേ, അറിഞ്ഞൂടെ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ കയറി നല്ല ഫുഡാണ്. കൊള്ളാല്ലേ. നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെ കുറച്ച് സാധനങ്ങൾ കയറ്റി വരാറുണ്ട് വണ്ടിയിൽ. അങ്ങനെ വണ്ടിയൊക്കെ വഴിയിൽ പെട്ട് വേറെ വണ്ടി വിളിച്ച് കയറ്റി തിരിച്ചിവിടെ വന്നു രാവിലെ കഴിച്ചതാണ്. വണ്ടി വഴിയിലായല്ലേ? ശരിയായി കൊണ്ടുവന്നു. അപ്പോൾ കഴിക്കാന്നാ. നല്ല ചൂട് ബീഫ് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ആറിപ്പോയി. എന്നാലും കൊള്ളാണ്. അങ്ങനെ വിരവി എടുത്തിട്ട് നല്ല ചോറും കറിയായിട്ടുള്ള മിക്സ് ആയതിനു ശേഷം നല്ല വലിയൊരു ചാനലായിട്ട് ഓക്കെ, നല്ലൊരു വലിയ ഉരുണ്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നടുക്കായിട്ടൊരു ബീഫിൻ്റെ പീസ് കൊണ്ട് എന്നിട്ട് ഇങ്ങനെ വച്ചിട്ട് യാദൃശ്യമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. സുധീഷേട്ടൻ വിളിക്കും. അങ്ങനെ ഒരു ട്രിപ്പ് വരാമെന്നുള്ള ഒരു ഇതിലാണ് വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല. ഓക്കെ, അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ബിരിയാണി 390 രൂപ ആയിട്ടുണ്ട്. ഒരു ബിരിയാണി 130 രൂപ. പാലത്തിലേക്ക് പോകണം. പാലത്തിലേക്ക് പോകണം വഴിയാ. അത് അങ്ങോ ആനക്കുളമല്ലേ ഇങ്ങോട്ടല്ലേ? പഴയ പാലം ഇങ്ങോട്ട്, പുതിയ പാലം കറക്റ്റ്. പഴയ പാലം അങ്ങോട്ട്. പഴയ പാലത്ത് പോകാല്ലേ. ഇവിടെ പണി നടക്കണം. പുതിയ പാലം കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ വണ്ടി ലുക്കല്ലേ, ഒരു രക്ഷയല്ല, ഗ്ലാമറല്ലേ. ഓക്കെ, അപ്പോൾ അബി നമ്മളെ കൂടെ കയറിയിട്ടുണ്ട്. ഇവിടെ പോയി ആ ചുരുളി സിനിമയിൽ പറയും പോലെ അല്ലേ, ഈ കാട്, ഈ നാട്, ഇവിടുത്തെ ആ ഒരു വൈബൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പോകില്ല. സത്യം പറഞ്ഞാൽ ചുരുളി സിനിമ കാണുമ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിടെ അതുപോലെ ജീവിക്കാനായിട്ട്. അതായത് ആ ചീത്തവിളിയില്ല, അതുപോലത്തെ ലൈഫ് സ്റ്റൈല്. അത് എന്ത് രസം. ഓരോ പ്രാവശ്യം സിനിമ കാണുമ്പോഴേക്കും ഭയങ്കര വൈബാണ് പടം കാണുമ്പോഴൊക്കെ. റോഡ് കുറച്ച് ഭയങ്കര മോശമായിരിക്കുകയാണ്. ഫ്രണ്ട് ടയർ മൊട്ടയെ കിടക്കുകയാണ്. മിക്കവാറും പഞ്ചറാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ പഞ്ചറാവാൻ പാടില്ല എന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ദൈവമേ കാത്തോണേ. ചിലവുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ദിവസം അല്ലേ. നമ്മൾ ഇന്നൊരു ചിലവ് ചിലവാക്കി കഴിഞ്ഞാൽ നാളെ വേറെ ചിലവ് നിൽക്കും. ചിലവ് പ്രതീക്ഷിക്കാതെ ചിലവ് വരും. അതൊക്കെയാണ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാൻ നിൽക്കുന്നത്. ഒരു നാട്ടുമ്പുറം ആയിരിക്കും അല്ലേ. ഇവിടെയൊക്കെ മഴ സമയത്ത് പറഞ്ഞല്ലേ അടിപൊളിയായിരിക്കും. നമ്മളങ്ങനെ അമ്പൂരി ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ഇവിടെ കുറെ ആൾക്കാർ മിസ്സുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്തിട്ടോ എന്തെങ്കിലും ചെയ്ത് പോവാം. ആനന്ദം, സന്തോഷം. അമ്മമ്മയെ കണ്ടപ്പോ തന്നെ പുതിയ പാലം കാണാൻ പോയാ? ഞാൻ ഈ നാട്ടുകാരില്ല, ഞാൻ തെക്കൻ നാട്ടുകാർ. ഓ, വന്നതാണ് ഇവിടെ ബന്ധുവിന്റെ വീട്ടിൽ വന്നത്. നമ്മളെ പോലെ ഒന്നല്ലേ ഇപ്പൊ? യൂട്യൂബേഴ്സ് ആണോ നിങ്ങള്? ഇവരൊക്കെ ഫോട്ടോ എടുക്കാൻ വന്ന ആൾക്കാര്. കഴിച്ചായിരുന്നോ? ഇനി പോയി വെള്ളം ഇട്ട് കുടിക്കാനുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കൂടെ ഒന്ന് കുടിക്കണം. അടുത്ത് തന്നെ വീട്, അടുത്ത് തന്നെ. അടുത്ത് തന്നെ വീട്, അടുത്ത് തന്നെ. അടുത്ത ഇവിടെ ഒരു കയ്യില്ലാത്ത ഒരു കാര്യം പറഞ്ഞു, എന്റെ ഗോപ്രോ ക്യാമറ ഇത്തിരി പണിയായി കിടക്കുകയാണ്. അപ്പൊ ചിലയിടത്ത് ഓടി റെക്കോർഡ് ആയിട്ടില്ല. അതേ പ്രശ്നം വന്നിട്ടുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമത്തിരിക്കുകയാണ്. കാരണം എന്റെ ഒരു ചോറാണ് ക്യാമറ തോന്നുന്നത്. അതുമില്ല, ചാർജിങ് കയറില്ല. അപ്പം ആകപ്പാടെ ചാർജിങ് കുറവ്, ഓഡിയോ റെക്കോർഡ് ആവുള്ള. നോക്കാം, അതേ ചെയ്യാം. വഴി വരും അല്ലേ ഇവിടെ പോവാൻ. പിന്നെ അവിടെ ഒരു അമ്മയെ പരിചയപ്പെട്ടു. അമ്മയുടെ പേര് ആനന്ദമാണ്. ആനന്ദം ആനന്ദം. അപ്പൊ അമ്മ ഇങ്ങനെ കാണില്ലേ, ലൈഫ് അടിച്ചു പൊളിക്കണം, അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ, കട്ടൊക്കെ നിൽക്കണുണ്ട്. അമ്മ പറഞ്ഞു തുടങ്ങിണ്ട. അത്രേ ഉള്ളോ അല്ലേ? കട്ടൊക്കെ നിൽക്കണം പറ അമ്മ, കട്ടൊക്കെ നിൽക്കണം പറ. ലൈഫ് അടിച്ചു പൊളിക്കണം. ഇംഗ്ലീഷ് പാടാം. ഇത്ര കാണിക്കോളൂ അല്ലേ? ഇതിൽ തന്നെ എല്ലാ അർത്ഥം ഉണ്ട്. ഓക്കെ, പോവാന്നാ. ക്യാമറ ഓണായി. ഓഡിയോ റെക്കോർഡ് ആവണോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. പോലോ. അപ്പോൾ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഈ പാലം കഴിഞ്ഞ് അക്കരെ പോവുക, അവിടെ പോയിട്ടൊരു ചായ കുടിച്ചിട്ട് പിന്നെ അവിടെ വെള്ളച്ചാട്ടോടാ, ആനക്കുള്ള വെള്ളച്ചാട്ടം. അതെ, എന്റെ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാനും. ടെയിൽസ് ബൈ അബി.
അതൊക്കെ പോകണം. ഓപ്പോസിറ്റ് ആൾക്കാർ വരെയാണ്. ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ പോലും ഇവിടെയാ ഇവിടെ വയ്ക്കാൻ ഇല്ലല്ലേ. അപ്പോൾ ആനക്കുള്ള വാട്ടർ ഫാൾസിൽ പോകാനുള്ള വഴി ഇതാണ്. തക്കാരി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ട്രക്കിംഗ് പോലെയാണ് കയറേണ്ടത്. കുഴപ്പമില്ല, സേഫാണ്. മുന്നറിയിപ്പ്. വെള്ളത്തിനടിയിൽ അപകടകരമായ പാറക്കെട്ടുകൾ ഉള്ളതിനാൽ ഇവിടെ ഡൈവ് ചെയ്യരുത്. കുളിക്കാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. കുപ്പിയും പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പെരുമാറണം. അമ്പൂരി ഗ്രാമപഞ്ചായത്ത്. ഇതൊക്കെ വേണം ഫോളോ ചെയ്ത് പോകേണ്ട. ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ വിഷയം ഉണ്ടാക്കില്ല. നമ്മൾ പാവങ്ങളാണ് അല്ലേ. നമ്മളൊക്കെ വരും, ബൈ പഠിക്കും, പോത്ര തന്നെ. ഇവിടെ കാണാനില്ല. അവർ പോയാ ചുരുളി തന്നെ ലൊക്കേഷൻ. വാ സൂപ്പർ. ഇവിടെ ഓരോ പാറയിൽ കാല് വയ്ക്കുമ്പോൾ നോക്കിയാണ് കാല് വയ്ക്കേണ്ടത്. ഷർക്കുണ്ട്, ചിലപ്പോൾ ഗ്രിപ്പ് കിട്ടും, ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്. സംഭവം ഷൂ സേഫാണ്, പക്ഷേ ആ ഗ്രിപ്പ് കറക്റ്റ് കേട്ടോ അറിയാൻ പറ്റില്ല. ഷൂവും ചെരുപ്പിടാതെ വെറും കാലിൽ പോകാൻ ഏറ്റവും സേഫ്. പറയാമോ? ഓക്കെയാണോ? പയ്യെ പോണം, വേണ്ടേ? പയ്യെ ഇപ്പൊ കണ്ടല്ലായനോ കറക്കട്ടാ. കുളിച്ചല്ലേ പോയി? എന്താ പറയുന്നത്? കുളിക്കാനോ? അപ്പോൾ ജസ്റ്റ് മിസ്സിൽ നമ്മളെ മിസിൽ എസ്കേപ്പായി അല്ലേ? 5 പടക്കം സൗണ്ട് കേൾക്കാം. അഡ്വഞ്ചറസ് ആണ്. അകത്ത് കരയാണ് കേട്ടാ. കറണ്ടായിരുന്നല്ലോ അല്ലേ? കുഴപ്പമില്ല, ചറക്കില്ല ചേട്ടല്ലേ? ഇല്ല, വലിയ ആഴമില്ലല്ലോ. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം വന്ന സമയത്ത് വെള്ളത്തിൽ ചവിട്ടാതെ പാറ നമ്മളിവിടെ ചവിടി വന്നത്. ഇനി അങ്ങോട്ട് പോകാൻ നേരത്തെ എന്തായാലും നനഞ്ഞേ പറ്റൂ. കാലും കൈയൊക്കെ. കയ്യിലെ കാല് നന എന്തായാലും. അപ്പോൾ പോലെ ബ്രോ കുളിക്കാൻ പറഞ്ഞാ? കുളിക്കായിരുന്നു. നോക്കാം, അങ്ങോട്ട് പോയി. എനിക്ക് കുളിക്കാൻ ആഗ്രഹമുണ്ട്. ഈ പുള്ളിക്ക് ഇത്തിരി മടിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഷൂ നനയ്ക്കാനുള്ള സമയമായി. കുറേ അഴുക്കായി. ഇങ്ങനെ നനച്ചില്ല, ഇങ്ങനെ നനയ്ക്കാണ് നല്ലത്. അടിപൊളി കേട്ടാ. ഷൂ നനഞ്ഞ് കാലും നനഞ്ഞ് എന്തൊരു സുഖം. അത് തണുത്ത വെള്ളം. ഒരുവിധം ചാടിക്കറി അറിയാൻ ആൾക്കാരൊക്കെ കയറി പോയിച്ചത്. ഇതാണ് ആനക്കുളം വാട്ടർഫാൾ. പതുക്കെ സംഭവം കുളിക്കുമ്പോഴേ അവിടെ എന്ത് കുളിക്കാതെ എത്ര കുടിയുണ്ട്. ആ കുടി എത്ര ആളും തന്നൂടാ. അതൊക്കെ കാലിറങ്ങിയിട്ട് പിടിക്കാൻ പറ്റില്ല. ആണ് ഇവിടെ ഇങ്ങനെ ചാരി കുടിക്കണത്. ഒരു ചെറിയ സ്ഥലം അവിടെ കുളിക്കാൻ സൗകര്യമുണ്ട്. നോക്കി കുളിച്ചാൽ കൊള്ളാം. അത്ര ആളെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തെറ്റാണ്. അതിന് തിരക്കൊന്നുമില്ല കൊണ്ടുവന്നു. എനിക്ക് ചായ നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. അപ്പോൾ വീട്ടിൽ പോകാൻ സമയമായി. ഇപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട്. നല്ല വൃത്തിയാണ് ചായ കുടിച്ച്. 2 ചായ കുടിച്ച്. അതെ, ചായ ഇഷ്ടപ്പെട്ടല്ലേ? ചായ ഇഷ്ടപ്പെട്ട്, സ്ഥലം ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. ഇഷ്ടപ്പെട്ടു സ്ഥലം. പണിയെടുക്കാതെ ഞാൻ ട്രാവലും വന്ന് ഇറങ്ങിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു ഫോം ആയിട്ടുണ്ട് ട്രിപ്പ് പോകാനുള്ള. ഇനി തൊട്ട് നമ്മൾ കറക്റ്റ് ടൈം ഫോളോ അപ്പ് ചെയ്ത് പക്ക പ്ലാനോടെ അല്ലേ, പ്ലാനിങ്ങോടെ വരും. വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻ്റെ പോയാണ്. അത്ര എനിക്ക് വേറെ പറയാനില്ല. കാരണം എൻ്റെ ഗോപ്രോ ചാർജ് ഓഫായി. ഇനി വീട്ടിൽ പോയി എൻ്റെ താല്പര്യമില്ല. എവിടെ സെൻഡ് ചെയ്തേക്കാം. എപ്പോഴും വീട്ടിൽ പോയിട്ട് എൻ്റെ ചെയ്യണം. ഒരു ക്ലീശ ആയിരിക്കും. ഓക്കെ, അതൊന്നും പറയാനില്ല ബ്രോ. ഇല്ല
ഹാപ്പി പിന്നെ ഒരു കാര്യം കൂടി, ഇവർ 2 ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇവരെ എന്ത് ചാനൽ പേര്? ടൈൽസ് ബൈ അബി. അന്ന് വേറെ ചാനൽ പേരാ പറഞ്ഞത്, ആ പേര് മാറ്റി ഇപ്പം നിങ്ങളുടെ ചാനൽ ക്യൂപിഡ്സ് ഓൺ വീൽസ്. അപ്പോൾ 2 ചാനൽ കൂടെ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ ഭയങ്കര ഉപകാരമായി. പിന്നെ എൻ്റെ പ്രൊമോഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ, വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. സ്കൂട്ടർ മുതൽ ലോറി വരെ എല്ലാ ടൈപ്പ് ഇൻഷുറൻസും അങ്ങനെയല്ലോ സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ വണ്ടിയുടെ ഇൻഷുറൻസും നല്ല അഫോർഡബിൾ റേറ്റ് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതിൽ കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പ് അയക്കാം. ഓക്കെ, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പീച്ചി ലൈഫ് അടിച്ച് പൊളിക്കണം.